ഹേ യു വാട്സാപ്പ്. അപ്പൊ ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് ബ്രേക്കപ്പ് ഉണ്ടാകാനുള്ള കാരണങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം, ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് പ്രണയിക്കുന്നവരുടെ ഇടയിലാണ്. കാരണം ഒരു പ്രണയം സക്സസ് ആകാനും ഫെയിൽ ആകാനും 100% സാധ്യതയുണ്ട്. നമുക്ക് പ്രണയം എന്തുകൊണ്ടാണ് ഫെയിൽ ആകുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണമായിട്ട് ഞാൻ കണ്ടത്, ഒരു വ്യക്തി പ്രണയത്തിലേക്ക് ചെന്ന് ചാടുന്നത് ഒന്നിൽ അയാളുടെ സമ്പത്തോ പണമോ നോക്കി ആയിരിക്കും ചാടുന്നത്. അങ്ങനെ ചാടുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ആ വ്യക്തിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ടല്ല അയാൾ പ്രണയിക്കാൻ പോകുന്നത്. ബ്രേക്കപ്പ് ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രണയത്തെ കാര്യഗൗരവത്തോടു കൂടിയല്ല നാം അപ്രോച്ച് ചെയ്യുന്നത്. ഈ പ്രശ്നം കൂടുതലും കണ്ടുവരുന്നത് വിദ്യാർത്ഥികൾക്കിടയിലാണ്. കാരണം കൂട്ടുകാർക്കിടയിൽ ഏറ്റവും കൂടുതൽ കളിയാക്കൽ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് 10ാം ക്ലാസ് തൊട്ട് ഡിഗ്രി പ്രായം വരെ. കാരണം ആ ടൈമിൽ അവനോ അല്ലെങ്കിൽ അവൾക്കോ ഒരു ചിന്താഗതി തോന്നി, എനിക്ക് പെണ്ണില്ല അല്ലെങ്കിൽ എനിക്ക് ചെക്കനില്ല. ഇത് കാണുന്ന അവനോ അല്ലെങ്കിൽ അവളോ എടുത്തൊരു പ്രണയത്തിൽ ചാടുകയും അത് വളരെ വലിയ പ്രശ്നത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ബ്രേക്കപ്പ് ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, പങ്കാളികൾ തമ്മിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ്. നമുക്കറിയാം, പ്രണയിക്കുന്നവർ കൂടുതലും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോലിക്കാരായിരിക്കും. അവർക്ക് തങ്ങളുടെ തിരക്ക് കഴിഞ്ഞിട്ട് പങ്കാളികളുടെ ഒത്ത് ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താനോ കഴിയണമെന്നില്ല. ഇത് സംഭവിക്കുമ്പോൾ അവനോ അല്ലെങ്കിൽ അവളോ ചിന്തിക്കും, തങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് വേറെ ആരോ സ്നേഹിക്കാൻ പോവുകയാണെന്ന്. പ്രണയം തോറ്റുപോകാനുള്ള നാലാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം തീരുമാനം പങ്കാളികളിൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, പങ്കാളികൾക്ക് തമ്മിലൊരു ചെറിയ അകൽച്ച ഉണ്ടാവും. നാലാമത്തെ സിറ്റുവേഷൻ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്ത്രീയുടെയും പുരുഷന്റെയും വസ്ത്രശൈലി വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ സ്ത്രീയുടെയും പുരുഷന്റെയും സ്പെൻഡിങ് ഹാബിറ്റും വ്യത്യസ്തമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുകയാണെങ്കിൽ, അത് രണ്ടും പങ്കാളികൾ അവരവരുടെ ഇഷ്ടത്തിന് വിടുക. കാരണം ഒരു തീരുമാനവും പങ്കാളികൾ തമ്മിൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ള വ്യക്തികൾക്കാണ്. നിങ്ങൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ചാൽ നിങ്ങൾ ഉടനെ തന്നെ അടുത്ത പ്രണയത്തിലേക്ക് പോയി ചാടാതിരിക്കുക. കാരണം ചിലപ്പോൾ അത് അതിനും വലിയ പ്രശ്നത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഗായ്സ്, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് നിങ്ങൾ പ്രണയത്തിലേക്ക് പോകുന്നതെങ്കിൽ ഒരു പരിധിവരെ പ്രണയത്തിൽ ബ്രേക്കപ്പ് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. 100% എന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല, എങ്കിലും ഒരു 80%-ഓളം പ്രശ്നങ്ങളില്ലാതെ വളരെ സ്മൂത്തായ ഒരു ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.